ഹായ് ഗൈസ്, വെൽക്കം ടു ദ ലേറ്റസ്റ്റ് എപ്പിസോഡ് ഓഫ് വിന വീഡിയോസ്. ഞാനിപ്പോൾ ഉള്ളത് പോർച്ചുഗലിൻ്റെ ക്യാപിറ്റലായ ലിസ്ബണിലാണ്. കറക്റ്റ് ലൊക്കേഷൻ പറയുവാണെങ്കിൽ ലിസ്ബണിലെ ടാഗസ് റിവറിൻ്റെ കരയിലുള്ള മോണിമെൻ്റ് ഓഫ് ഡിസ്കവറീസിൻ്റെ അടുത്താണ്. പോർച്ചുഗീസുകാർ നടത്തിയ ലോകയാത്രകളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്മാരകമാണിത്. ഇതിന് തൊട്ടടുത്താണ് വാസ്കോഡ ഗാമയുടെ ടോമ്പൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിക്കാം. പോർച്ചുഗൽ ഭൂരിപക്ഷം മലയാളികൾക്ക് പോകുന്ന പേര് വാസ്കോഡ ഗാമയായി. നിങ്ങളൊരു ഫുട്ബോൾ പ്രേമിയാണെങ്കിൽ റൊണാൾഡോ പേര് ഓർമ്മ. അപ്പോൾ എനിക്ക് ഒരു സ്വകാര്യ ആവശ്യത്തിന് വേണ്ടിയിട്ട് പോർച്ചുഗൽ വരേണ്ടി വന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ ലിസ്ബൺ സിറ്റിയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇനി വരുന്ന എപ്പിസോഡുകൾ നമുക്ക് ലിസ്ബൺ സിറ്റിയിലെ കാഴ്ച കാണാം. യൂറോപ്പിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി കിടക്കുന്ന ഒരു രാജ്യമാണ് പോർട്ടുഗൽ. സ്പെയിനും അറ്റ്ലാന്റിക് മഹാസമുദ്രവുമാണ് പോർട്ടുഗലിൻ്റെ അതിർത്തികൾ. ലിസ്ബണാണ് ക്യാപിറ്റൽ. ഇനി ലിസ്ബണിൽ നമ്മൾ പ്രധാനമായും കണ്ടിരിക്കേണ്ട അട്രാക്ഷൻസും ആക്ടിവിറ്റീസും എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്പർ 1, സെൻറ്റ് ജോർജിൻ്റെ കോട്ട. ലിസ്ബൺ നഗരത്തിൻ്റെ മനോഹരമായൊരു വ്യൂ ഈ കോട്ടയ്ക്ക് മുകളിൽ നിന്നാൽ കാണാൻ സാധിക്കും. നമ്പർ 2, ഐക്കോണിക് ട്രാം നമ്പർ 28 സിറ്റി യാത്ര. സെൻറ്റ് ജോർജ് കോട്ടയുടെ അടുത്തു നിന്നാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. നമ്പർ 3, ജെറോണിമോസ് മൊണാസ്ട്രി. വാസ്കോഡി ഗാമയുടെ ശവകുടീരം ഇവിടെയാണ്. നമ്പർ 4, മോണിമെൻ്റ് ഓഫ് ഡിസ്കവറീസ്. നമ്പർ 5, ബെലേം ടവർ. നമ്പർ 6, പാസ്തേയിസ് ഡെ ബെലേം. പോർട്ടുഗലിൻ്റെ സ്വന്തം പേസ്ട്രിയായ പാസ്തേയിസ് ഡെ നദായുടെ ഉത്ഭവം ഇവിടെ നിന്നാണ്. പള്ളിക്ക് തൊട്ടടുത്താണ് ഈ ഷോപ്പ്. 1 മുതൽ 6 വരെയുള്ള സ്പോട്ടുകളെല്ലാം തന്നെ നമുക്ക് ഒരു പകൽ കൊണ്ട് കവർ ചെയ്യാൻ സാധിക്കും. നമ്പർ 7, വാസ്കോഡ ഗാമ ബ്രിഡ്ജ്. യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമാണിത്. നമ്പർ 8, പ്ലാസ ഡെൽ കൊമേഴ്സിയോ. മനോഹരമായൊരു സ്ക്വയറാണിത്. നമ്പർ 9, സാന്താ ജുസ്ത ലിഫ്റ്റ്. ലിസ്ബണിലെ ഒരു പഴയകാല ലിഫ്റ്റാണിത്. നമ്പർ 10, ലിസ്ബണിലെ ഹെറിറ്റേജ് സ്ട്രീറ്റുകളിലൂടെയുള്ള വാക്കും ഇവരുടെ തനത് സംഗീതമായ ഫാഡോ മ്യൂസിക്കും. രാവിലെ 9 മണിക്കായിരുന്നു വിയന്നയിൽ നിന്നും മ്യൂണിക്കിലേക്കുള്ള എൻ്റെ ഫ്ലൈറ്റ്. വിയന്നയിൽ നിന്ന് ഞാൻ മ്യൂണിച്ചിലെത്തി. എൻ്റെ ഫ്ലൈറ്റ് അരമണിക്കൂറോളം ഡിലേ ആയിരുന്നു. ട്രാൻസ്ഫറിങ്ങിന് വളരെ കുറച്ച് സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലിസ്ബൺ ഫ്ലൈറ്റ് മിസ്സാവുമെന്ന് ഞാൻ വിചാരിച്ചതാണ്. എന്തോ ഭാഗ്യത്തിന് മാനേജ് ചെയ്യാൻ പറ്റി. ഇനി ഒരു 5 മിനിറ്റ് കൂടെ ഉണ്ട് ഗേറ്റ് ക്ലോസ് ചെയ്യാൻ. മ്യൂണിക്കിൽ നിന്നും സ്വിറ്റ്സർലാൻഡും ഫ്രാൻസും സ്പെയിനും കടന്ന് പോർട്ടുഗലിലേക്ക്. ഗൈസ്, ഞാൻ 5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം വിയന്നയിൽ നിന്ന് ലിസ്ബൺ എയർപോർട്ടിലെത്തി. ഇനി എല്ലാ തവണയും ചെയ്യുന്നത് പോലെ ആദ്യം ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻറ്റർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എനിക്കിവിടെ ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റിയും കാണേണ്ട സ്ഥലങ്ങളെപ്പറ്റിയൊക്കെ ഏകദേശം ധാരണ ഉണ്ടെങ്കിലും ടൂറിസ്റ്റ് ഇൻഫോ സെൻറ്റർ വിസിറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില ഹെൽപ്പോ വിവരങ്ങളോ അല്ലെങ്കിൽ ബ്രോഷറുകളോ ഒക്കെ നമുക്ക് അവിടെ നിന്ന് ലഭിക്കും. അതുപോലെ തന്നെ ഒരു സിറ്റി മെട്രോ ട്രാവൽ കാർഡ് സംഘടിപ്പിക്കുന്നു. എയർപോർട്ടിൽ നിന്നും സിറ്റി സെൻറ്ററിലേക്ക് മെട്രോ കണക്ഷൻ ഉണ്ട്. മെട്രോ കണ്ടെത്താൻ ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ എളുപ്പമാണ്. എയർപോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മെട്രോ സ്റ്റേഷൻ. നല്ല തെളിഞ്ഞ കാലാവസ്ഥ. എനിക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ കണ്ടീഷൻ. മെട്രോ സ്റ്റേഷൻ അണ്ടർഗ്രൗണ്ടിലാണ്. ടിക്കറ്റുകൾ എടുക്കാൻ വേണ്ടിയിട്ട് മെഷീനുകളും ടിക്കറ്റ് കൗണ്ടറും ഉണ്ട്. $24 hours, 48 hours, 1 week, അങ്ങനെ പല തരത്തിലുള്ള കാർഡുകളുണ്ട്. ഇതുപയോഗിച്ച് നമുക്ക് മെട്രോ, ബസ്, ട്രാം എല്ലാത്തിലും യാത്ര ചെയ്യാൻ സാധിക്കും. അഹിയോസ് എന്നൊരു മെട്രോ സ്റ്റേഷൻ അടുത്താണ് എൻ്റെ ഹോട്ടൽ. മെട്രോ സ്റ്റേഷൻ അടുത്തായി വലിയൊരു പാർക്കുണ്ട്. ഈ സ്ഥലം സിറ്റി സെൻട്രലായതുകൊണ്ട് തന്നെ എല്ലായിടത്തേക്കും പോകാൻ നല്ല സൗകര്യമായിരുന്നു.
പാർക്ക് ഒന്ന് ചുറ്റിക്കറങ്ങിയ ശേഷം നേരെ ഹോട്ടലിലേക്ക്. 50 യൂറോയാണ് പെർ നൈറ്റ് ചാർജ്. 20 യൂറോ മുതൽ 60 യൂറോ വരെയൊക്കെ നല്ല സൗകര്യങ്ങളുള്ള ബജറ്റ് ഹോട്ടലുകൾ നമുക്ക് ലിസ്ബണിൽ കണ്ടെത്താൻ സാധിക്കും. ഞാനിത് booking.com വഴി കണ്ടെത്തിയതാണ്. ഇതിനോടൊപ്പം രാത്രി 10 മണി വരെ തുറന്നു പ്രവർത്തിക്കുന്ന ഒരു ബാറുമുണ്ട്. ഫുഡ് കഴിക്കാനായി പുറത്തേക്ക് ഇറങ്ങി ഞാൻ ചുറ്റുപാടുമുള്ള സ്ട്രീറ്റുകളൊക്കെ ഒന്ന് കറങ്ങി. ജൂലിയറ്റ് ബാൽക്കണികൾ ഇവിടുത്തെ ആർക്കിടെക്ചറിൻ്റെ പ്രത്യേകതയാണ്. ഫ്രാൻസ്, ഇറ്റലി, സ്പെയിൻ, പിന്നെ കെയ്റോയിലും ഇത്തരത്തിലുള്ള ജൂലിയറ്റ് ബാൽക്കണികൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഷേക്സ്പിയറിൻ്റെ റോമിയോ ആൻഡ് ജൂലിയറ്റ് നാടകം ഹിറ്റായതിനെ തുടർന്നാണ് ഈ ബാൽക്കണികൾക്ക് ജൂലിയറ്റ് എന്ന പേര് ലഭിച്ചത്. പിറ്റേ ദിവസം രാവിലെ തന്നെ സെൻറ്റ് ജോർജ് കോട്ട കാണാനായി പുറപ്പെട്ടു. ഇവിടെ മെട്രോ സ്റ്റേഷന് അടുത്തായി ഒരു പഞ്ചാബി ചായയും ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റും വിൽക്കുന്നുണ്ട്. ഇത് അയാളുടെ സ്ഥിരം സ്പോട്ടാണെന്ന് തോന്നുന്നു. ധാരാളം ഇന്ത്യക്കാർ ഇവിടെ എത്തി പാഴ്സൽ വാങ്ങിപ്പോകുന്നുണ്ട്. ഞാനും അയാളുടെ അടുത്തു നിന്നൊരു ചായ കുടിച്ചു. ഇതാണ് ഇവിടുത്തെ ഐക്കോണിക് ട്രാം നമ്പർ 28. 1936 മുതൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ പഴക്കം ചെന്ന ട്രാം ലൈനുകളിൽ ഒന്നാണിത്. ഇതിപ്പോൾ പ്രധാനമായും ടൂറിസ്റ്റ് പർപ്പസിനായാണ് നിലനിർത്തിയിരിക്കുന്നത്. വളരെ നേരത്തെ തന്നെ എത്തി 1 മണിക്കൂറോളം ക്യൂ നിന്നാൽ മാത്രമേ ഇതിലെ യാത്ര സാധ്യമാകുകയുള്ളൂ. കണ്ടോ, ഇതെല്ലാം ഇവിടെ ട്രാം നമ്പർ 28 കയറാൻ നിൽക്കുന്ന ആൾക്കാരാണ്. ഈ ട്രാം സ്റ്റേഷൻ്റെ അടുത്തു നിന്നും മുകളിലേക്ക് ഏതാണ്ട് 20 മിനിറ്റോളം നടന്നു വേണം സെൻറ്റ് ജോർജ് കോട്ടയിലെത്താൻ. ജൂലിയറ്റ് ബാൽക്കണികളും മനോഹരമായ വാൾട്ടയിൽ പതിപ്പിച്ചതുമായ ഹെറിറ്റേജ് ബിൽഡിങ്ങുകൾ. അങ്ങനെ കുന്നുകയറി നടന്ന് കോട്ടയുടെ കവാടത്തിലെത്തി. ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ കണ്ട് ശരിക്കുമുള്ള മൂടൊക്കെ പോയി. പെട്ടെന്നുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ ഓൺലൈൻ വഴി ടിക്കറ്റ് ഒന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. ഏതാണ്ട് 40 മിനിറ്റോളം ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി. ലിസ്ബണിൻ്റെ അതിമനോഹരമായ ഒരു സിറ്റി വ്യൂ ഇവിടെ നിന്ന് നമുക്ക് കാണാനാകും. പഴയകാല പീരങ്കികളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. കോട്ടയുടെ സ്വാഭാവിക ഭംഗി ഒട്ടും ചോരാതെ തന്നെ ഇവിടെ ഒരു കഫേ പ്രവർത്തിക്കുന്നുണ്ട്. പരസ്യ ബോർഡുകളോ പോസ്റ്ററുകളോ ഒന്നും പതിപ്പിച്ച് വൃത്തികേടാക്കിയിട്ടില്ല. യൂറോപ്പിലെ ടൂറിസ്റ്റ് സ്പോട്ടുകളെല്ലാം തന്നെ ഇത്തരത്തിലുള്ളതാണ്. നല്ല പ്രായമായൊരു കപ്പിൾ വടിയുമൂന്നി കോട്ടയ്ക്ക് മുകളിലെ കാഴ്ചകൾ കണ്ടിട്ട് തിരിച്ചിറങ്ങുന്നു. ഈ പ്രായത്തിലും യാത്രകൾ ചെയ്യാനും കാഴ്ചകൾ കാണാനുമുള്ള അവരുടെ എന്തൂസിയാസം കണ്ട് ശരിക്കും എനിക്ക് സന്തോഷം തോന്നി. ഒരുപാട് മൈലുകൾ ഈ കോട്ടയിലുണ്ട്. ഈ കോട്ട വളരെയധികം ചരിത്രപ്രധാനമായ ഒന്നാണ്. BC 1-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ഈ കുന്നിന് മുകളിൽ കോട്ടകൾ ഉണ്ടായിരുന്നു.
ഈ കുന്ന് ആദ്യം കെൽറ്റിക് ഗോത്രക്കാരും പിന്നീട് ഫൊനീഷ്യന്മാരും തുടർന്ന് ഗ്രീക്കുകാരും കാർത്തജീനിയക്കാരും ഒക്കെ ഒരു പ്രതിരോധ ഔട്ട്പോസ്റ്റായി ഉപയോഗിച്ചു. പിന്നീട് റോമാക്കാർ ഉൾപ്പെടെ പലരും ഈ കോട്ട പിടിച്ചെടുത്തു. 1255 ലിസ്ബൺ പോർച്ചുഗലിൻ്റെ തലസ്ഥാനമായപ്പോൾ ഗവർണറുടെ കോട്ടയായി മാറിയത്. അങ്ങനെ ഒരുപാട് ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയായ സെൻറ്റ് ജോർജ് കോട്ടയിൽ എനിക്കും എത്തപ്പെടാൻ സാധിച്ചല്ലോ എന്ന ആത്മസംതൃപ്തിയോടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക്. വീഡിയോ കണ്ട എല്ലാവർക്കും ഒബ്രിഗാദോ. ലിസ്ബണിലെ കൂടുതൽ കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നവരെ ചൗ ചൗ.